ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീനയ്ക്ക് രണ്ടാമത്തെ സന്നാഹ മത്സരത്തിലും അതിഗംഭീര ജയം. ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളിനാണ് അർജന്റീന തകർത്ത് തരിപ്പണമാക്കിയത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കളിയുടെ എട്ടാമത്തെ മിനിറ്റിൽ ബാർക്കോ അതിഗംഭീരമായൊരു ഗോളിലൂടെ തുടങ്ങി. പിന്നീട് രണ്ടാം പകുതിയിൽ 72-ാമത്തെ മിനിറ്റിൽ സാക്ഷാൽ ലിയണൽ മെസ്സി ഒരു പെനാൽറ്റിയിലൂടെ ഗോളിൻ്റെ എണ്ണം 2ആക്കി. 86-ാമത്തെ മിനിറ്റിൽ തിയാഗോ അൽമാഡ 3-ാമത്തെ ഗോളും അടിച്ചു. അങ്ങനെ 3 ഗോളിന്, എതിരില്ലാത്ത 3 ഗോളിന് ഐസ്ലൻഡിനെ തോൽപ്പിച്ചു കളഞ്ഞു അർജന്റീന. ഒരു സന്നാഹ മത്സരത്തിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം സ്കലോണി കൃത്യമായിട്ട് ചെയ്തു. ഏതാണ്ട് മുഴുവൻ കളിക്കാർക്കും അവസരം കൊടുത്തു സ്കലോണി. ഗോൾ കീപ്പറായിട്ട് റുള്ളി ആയിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ കളിക്കാരും, ലൗട്രോ മാർട്ടിനസ് കളിച്ചു, ഡീപോൾ കളിച്ചു, എൻസോ ഫെർണാണ്ടസ് കളിച്ചു, മക്കലിസ്റ്റർ കളിച്ചു. അങ്ങനെ ആരൊക്കെ വേണമോ, ആരൊക്കെ കളിപ്പിക്കണമോ അവരെല്ലാം ആദ്യ 11-ലും സബ്സ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ ആയിട്ട് കളിപ്പിച്ചു. ലിയണൽ മെസ്സി 70-ാമത്തെ മിനിറ്റിലാണ് കളിച്ചത്. എല്ലാ ആരാധകരെയും ആശ്വസിപ്പിക്കുന്ന തരത്തിൽ 72-ാമത്തെ മിനിറ്റിൽ ഇറങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞതും ഒരു പെനാൽറ്റി കിട്ടി, അത് ഗോളാക്കി മാറ്റി മെസ്സി. അതോടുകൂടി മെസ്സിയുടെ പരിക്കിനെക്കുറിച്ച് ആശങ്ക, മെസ്സിക്ക് പരിക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്നുമില്ല. മെസ്സി കളിക്കും. ലോകകപ്പ് ആദ്യ കളി മുതൽ കളിക്കും. അതിൻ്റെ എല്ലാം ഇന്ന് കണ്ടു. ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഐസ്ലൻഡിനെ തോൽപ്പിച്ച കളിയിൽ അദ്ദേഹം 70 മിനിറ്റിന് ശേഷം കളിക്കളത്തിലിറങ്ങി, കളിച്ചു, ഗോളടിച്ചു. അങ്ങനെ പെനാൽറ്റിയിലൂടെയാണെങ്കിലും അതൊരു ഗോള് തന്നെയായിരുന്നു, ഗംഭീര ഗോളായിരുന്നു. അങ്ങനെ 3 ഗോളിന് അർജന്റീന ജയിച്ചിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, അർജന്റീന എല്ലാ അർത്ഥത്തിലും എല്ലാ കളിക്കാർക്കും ആദ്യമധ്യാന്തം എല്ലാ കളിക്കാർക്കും അവസരം കൊടുത്ത് ആ നിലയിൽ തന്നെ സ്കലോണി എല്ലാവരെയും പരീക്ഷിച്ചു. ഒരു സന്നാഹ മത്സരമാണ്. അത് ഐസ്ലൻഡിനെ പോലെ വളരെ ദുർബലരായ ഒരു ടീമിനെതിരെയാണ്. അത് നന്നായിട്ട്, നല്ലൊരു പ്രാക്ടീസിങ് മാച്ചായിട്ട്, നല്ല പരിശീലനത്തിന് പറ്റിയൊരു മത്സരമായി എല്ലാ കളിക്കാരുടെയും കായികക്ഷമത പരിശോധിക്കുന്ന വിധത്തിൽ അതിഗംഭീരമായിട്ട് കളി നടന്നു. സ്കലോണി അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു. അങ്ങനെ മെസ്സിയും ഇറങ്ങി, ഡീപോളും ഇറങ്ങി, മക്കലിസ്റ്റർ ഇറങ്ങി, എൻസോ ഫെർണാണ്ടസ് ഇറങ്ങി, ലൗട്രോ മാർട്ടിനസ് ഇറങ്ങി, നിക്കോ പാസ് ഉണ്ടായിരുന്നു. അങ്ങനെ സകലരും ഉണ്ടായിരുന്നു. അതിഗംഭീരമായി കളിച്ചു. അർജന്റീനയ്ക്ക് ഗംഭീര വിജയം.